ഹലോ മൈ യൂട്യൂബ് ഫാമിലി. ഇന്ന് മറ്റൊരു ഗെറ്റപ്പിലുള്ള വീഡിയോ ആണ്. ഇത് എടുക്കണോ വേണ്ടതെന്ന് ഞാൻ കുറേ ആലോചിച്ചു. കാരണം ഇതുപോലുള്ള സിമിലർ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. വീണ്ടും ഞാനിവിടെ പോസ്റ്റാണ്. ബിക്കോസ് ഓഫ് മൈ ഫ്രണ്ട്സിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യാ, അവർ കാണുന്നു. ഞാൻ അങ്ങ് ദൂരെ നിന്ന്. നിങ്ങൾക്ക് കാണാമോ? ഗണയും ക്രായും. എൻ്റെ യൂട്യൂബ് പ്രേക്ഷകർക്ക് ഞാൻ ക്രായെ പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് ചിലപ്പോൾ ഈ മൊന്ത കണ്ട് ശീലമില്ലായിരിക്കാം. ക്രായ്, എക്സ്ക്യൂസ് മീ. ഗണേന് സുപരിചിതമാണ് ഇപ്പോൾ. ഗണ ഞാൻ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇന്നാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് യൂട്യൂബിൽ. സോ നീ ഫ്രീ ആകുമ്പോൾ കാണണം. ഇത്രയും നാൾ ഞാൻ എഡിറ്റിങ്ങിലായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ തിരക്കുകൾ അറിയാലോ ഗൈസ്. ഞാനതിൻ്റെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, ഇനി ആ തെക്കുന്തല എത്തണം. അത്ര വരെ തുടരും ഈ പ്രയാണം. ഓ ജിമ്മിയെ കണ്ട അങ്ങനെ. അയ്യോ ഷടാപ്പ്, ഞാൻ ക്യാമറ റൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ റാസിയുടെ വാജിബിൻ്റെയും വാജിബ് എന്ന് വെച്ചാൽ ജിമ്മി വീടെത്തിയിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെയുള്ള ഇരിക്കമരങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് വീട്. വാജിബ് കെട്ടിപ്പടുത്തിയ ഇതെന്നാണ് പറയുന്നത്. പക്ഷെ റാസി സമ്മതിക്കുന്നില്ല. റാസി പറയാണ് റാസിയാണ് ഉണ്ടാക്കിയത്. അതൊരു തർക്കത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ക്യാമറാമാൻ റെഡി. റാസി ഇന്ന് റീലിലില്ല. റാസി ഇന്ന് ക്യാമറയുടെ പുറകിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾ വളയും മാലയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയ കൺമഷി. ഗായ്സ് നോക്കൂ, വാജിബെത്തി റാസിയുടെ ബ്രദറാണ്. ഇന്നത്തെ തീം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫുൾ ഓഫ് ബ്ലാക്ക് ആണ്. അപ്പോൾ ലിപ്സ് കളറൊക്കെ ബ്ലാക്ക് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാവുമെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ we will do our level best. അവിടെ കുറച്ച് ചെറിയ കുട്ടികളുണ്ട്. ഞങ്ങൾ അവരും ചേർന്ന് കുറച്ച് സെൽഫി ഒക്കെ എടുത്തു. യാത്ര തെക്കോട്ട്. ശരിക്കും തെക്കോട്ടാവാതിരുന്നാൽ കൊള്ളാം. ബൈ ദ വേ, ഇവരെല്ലാവരും പോവുകയാണ് 12-ാം തീയതി. ഇങ്ങനെ കേരളത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഫാൻസ് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യുക. റാസി വരുന്നുണ്ട്. വയനാട്, കാലിക്കറ്റ്, അവിടെ കൽപ്പറ്റയിലാണ്. അപ്പോൾ റാസി കാണാൻ ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് വരിക. കോട്ടയത്തിലോട്ടും വരിക. സോ ഡോണ്ട് ഫോർഗെറ്റ്. ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച സാറാണ്. അപ്പോൾ സാറിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും സ്പെഷ്യലായിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ചിരണിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ചിരണി എങ്ങനെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്, ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ. അപ്പോൾ സാർ ആ വീഡിയോ കാണാൻ ഇടയായി. എൻ്റെ യൂട്യൂബിന് അങ്ങനെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയും അപേക്ഷിച്ച്. പക്ഷേ എന്നാലും സാർ ആ വീഡിയോ കാണാൻ ഇടയായി. അപ്പോൾ സാറ് പറഞ്ഞു ഞാനാണ് ആ ചിരണി പ്രിപ്പയർ ചെയ്യുന്നത്, നെക്സ്റ്റ് ടൈം ചിരണി ഉണ്ടാക്കുമ്പോൾ ഞാനിന്ന് വിളിക്കാം, നീ എന്തായാലും വരണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അത് കേട്ടപ്പോൾ ഐ ആം സോ ഹാപ്പി. ഓ മൈ ഗോഡ് ഗൈസ്, നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഇരിക്കാനുള്ളൊരു ബെഞ്ചുണ്ട്, അവിടെ തോണിയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വില്ലാണ്. വില്ലെന്ന് വെച്ചാൽ ലഗൂൺ, നിറച്ചും ചൗക്ക് മരങ്ങൾ. അവർ പോയി ദൂരെ എത്തി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഹൈസ്കൂളിൻ്റെ പിന്നാമ്പറം. ഇത് ലൈബ്രറി ആയിരുന്നു ഞങ്ങൾ പഠിച്ച സമയത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും ഷുക്കൂറിൻ്റെ പള്ളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പള്ളി എത്തിയിരിക്കുകയാണ്. അവിടുത്തെ മുക്കറിയുടെ പേര് നിങ്ങൾ മറന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അവര് വെള്ളം കുടിക്കാൻ പോയി. ക്രായും ഗണയും. ചെവിൻ്റെ അകത്തുനിന്ന് കടി പൊന്തം പോയിട്ട് കടയുന്ന സാധനമാണിത്. ഇത് വെച്ചിട്ട് നമ്മള് ഉരിച്ചില്. പക്ഷെ ഇതിന് അയക്കൊന്നും വരില്ല അല്ലേ? പക്ഷേ എന്താ ഒരു സുഖം, സുഖത്തിന് വേണ്ടിയാണ്. പക്ഷെ പ്രൊട്ടക്ഷൻ ആണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇൻഫെക്ഷൻ എല്ലാം വരുമെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. വഴിയിൽ നിന്ന് കിട്ടുന്ന എടുത്തിട്ട് ചെവിയിലോട്ട് ഇടുന്നതാണ്. വളരെ സൂക്ഷ്മമായിട്ട് ഇടുന്നത് തീർച്ചയായിട്ടും വരാൻ ചാൻസസ് കൂടുതലാണ്. ലിക്വിഡിൽ മുക്കിയെടുക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ്, ഈ ബന്ദഹാം പോലത്തെ മരുഭൂമി. നല്ല ഹോട്ടാണ്. നല്ല ഹോട്ടാണ്. എൻ്റെ ഫേസ് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായിരിക്കും ഐ ആം ടോട്ടലി ഡൺ. അറിയില്ല എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നൊന്നും.
ഇങ്ങനെയാ എല്ലാവരും അങ്ങനെയാണ് ചാരങ്ങൾ ഇതാണ് ഇങ്ങനെ എടുക്കും. ഒരേ ഇതിൽ തന്നെ എത്തുക. ഓക്കെ, നമുക്കിപ്പോൾ ഓർണമെന്റ്സ് ആണ്. ഞാൻ വള ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു റാസി. അതില്ല കഥകൾ ആദ്യം പറയട്ടെ. ഇത് ഇട്ടിട്ടുള്ള എന്ത് റീൽ ഇട്ടാലും ചോദിക്കും ഇത് എവിടെ നിന്നാണ്. ഇത് മീഷോ എന്നാണ് അന്ന് മേടിച്ചാ. അതെ, ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു. 100 ചില്ലാനം കൊണ്ട് വേറെ 100 സംതിങ്. അനായങ്ങുണ്ട് ഇത്തരം ഡൂപ്പ് സാധനം. 100 പ്രാവശ്യം ഇത് പൊട്ടി. ഞാൻ വീട്ടിൽ വീണ് ഒട്ടിച്ച് അതിനെ കല്ലിലുള്ള അങ്ങിരുന്നില്ല എന്ന് വേണ്ടതും തന്നെ. കൈവീരൽ തന്നിൽ മോതിരമിട്ടാൻ കൈത്തണ്ടലിങ്കുന്ന പലവാള ഇട്ടാൻ. കൈവീരൽ തന്നിൽ മോതിരമിട്ടാൻ കൈത്തണ്ടലിങ്കുന്ന പലവാള ഇട്ടാൻ. മിന്നു മിന്നുന്ന കൗതുക പൂവാള മാണിക്യക്കല്ലേ ലെങ്കുന്ന കുറിവാള. കൈവീരൽ തന്നിൽ മോതിരമിട്ടാൻ കൈത്തണ്ടലിങ്കുന്ന പലവാള ഇട്ടാൻ. മിന്നു മിന്നുന്ന കൗതുക പൂവാള മാണിക്യക്കല്ലേ ലെങ്കുന്ന കുറിവാള. കൈവീരൽ തന്നിൽ മോതിരമിട്ടാൻ കൈത്തണ്ടലിങ്കുന്ന പലവാള ഇട്ടാൻ. മിന്നു മിന്നുന്ന കൗതുക പൂവാള മാണിക്യക്കല്ലേ ലെങ്കുന്ന കുറി. കൈവീരൽ തന്നിൽ മോതിരമിട്ടാൻ കൈത്തണ്ടലിങ്കുന്ന പലവാള ഇട്ടാൻ. മിന്നു മിന്നുന്ന കൗതുക പൂവാള മാണിക്യക്കല്ലേ ലെങ്കുന്ന കുറിവാള. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫിനിഷ് ചെയ്തു. കൈ മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. കിൽത്താൻ ദ്വീപിലെ പവർ ഹൗസ് ആരും കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് പവർ ഹൗസ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. ഞാൻ വീട്ടിലെത്തി. കുളിക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ, ഒരല്പം നേരം വിശ്രമിക്കട്ടെ.